ജൂതന്മാരാണ് ജീസസിനെ കൊന്നതെന്നായിരുന്നു എന്റെ മനസ്സിലിരുന്നത്. പക്ഷെ റോമൻസ് ആണ് ശരിക്കും കൊന്നതും കുരിശി തറച്ചത്. അങ്ങനെ റോമൻസിന്റെ ഒരു കസ്റ്റമാണത്. അതവര് ഇവിടെ എക്സിക്യൂഷൻ നടത്തി, അല്ലാതെ ജ്യൂസ് അല്ല കൊന്നത്. ജൂതന്മാര് ഭയങ്കര മത തീവ്രവാദികളാന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അവിടെ ഓപ്പൺ, നമ്മുടെ ഇവിടെ ഹിന്ദുമതത്തെ വിമർശിക്കലുണ്ട്, അവിടെ എല്ലാം ഈ ഓപ്പൺ ആണ്. മുസ്ലിംസ് അവിടെ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, അങ്ങനെ പാർലമെന്റിൽ മിനിസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവര് തന്നെ പറയുന്നത് ഒരു ജൂവിന് ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായം കാണുമെന്ന് അവർ തന്നെ പറയാം. ഇസ്രയേൽ ജൂതന്മാർക്ക് മാത്രമേ നിർബന്ധിത സൈനിക സേവനമുള്ളൂ. ഇസ്രയേലിൽ തന്നെ സിറ്റിസൺ ആയിട്ടുള്ള അറബ്സിന് സൈന്യത്തിൽ ചേരണ്ട. സ്റ്റഡീസിന്റെ ഇടയ്ക്ക് അവർക്ക് ബ്രേക്ക് വരുമല്ലോ, സ്റ്റഡീസിന്റെ ഇടയ്ക്ക് ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് പോകേണ്ടി വരും. അപ്പൊ ഇവർ ഈ ടാങ്കിനകത്തൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് അവർക്ക് കൊടുക്കും. അതേപോലെ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇനി സ്കൂളിൽ പോകണ്ട, വീട്ടിലിരുന്നും പഠിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്രിഷ് ഓൺലൈൻ സ്കൂൾ. നമുക്കൊന്ന് ഇരിക്കണ്ടേന്ന് ചോദിക്കുമ്പോ ഇരിക്കാന്ന് പറയും, എന്നിട്ട് ടോപ്പിക് എന്താന്ന് ചോദിക്കുമ്പോ ഇരുന്നിട്ട് പറയാന്ന് പറയും. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? എന്ത് ടോപ്പിക്ക് നമ്മൾ സംസാരിക്കും? നമുക്ക് ഇസ്രായേലിൽ പോയതിനെ പറ്റി സംസാരിച്ചാലോ? ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മിഥോളജിയിലോട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഓരോ രാജ്യങ്ങളുടെ മിഥോളജിയിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഇസ്രായേലിന്റെ ഒരു വംശം തന്നെ അങ്ങോട്ട് ഞാൻ സ്റ്റഡി ചെയ്തപ്പോ ഇങ്ങനെ ഭയങ്കര നമ്മുടെ മഹാഭാരത കഥ എഴുതി ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെയാണ് ഇസ്രായേലിലെ ആ ഒരു വംശത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ. അങ്ങനെ 1948 ആയപ്പോഴത്തേക്കുമാണ് ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം സംഭവിക്കുന്നത്, ആധുനിക രാജ്യം അല്ലെ? ആധുനിക രാജ്യം. അതുവരെ പാലസ്തീൻ എന്നുള്ള ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇസ്രായേൽ പണ്ടേ ഉണ്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പണ്ടേ. പിന്നെ അതിനുശേഷം ഇസ്രായേൽ ഈ ജൂസ് പല രീതിയിൽ അവിടെ ഒരുപാട് പേര് ആക്രമിക്കപ്പെട്ടു ആ സ്ഥലം. ആദ്യം ബാബിലോണിയൻസ് വന്നു, പിന്നീട് റോമൻസ് വന്നു, അതിന്റെ ഇടയ്ക്ക് ബൈസാൻഡിയൻസ് അവര് വരുന്നുണ്ട്, പിന്നെ ഓട്ടോമൻ വരുന്നു, അതിന്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെ ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് ആരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോമൻസ് വരുന്നു, ഓട്ടോമൻസ് വരുന്നു, പിന്നെ ബ്രിട്ടീഷുകാരുടെ എത്തുന്നു, പിന്നെയാണിത് തിരിച്ചിവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിനൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്, അതിനൊരു. എന്നാൽ നമ്മൾ അവർക്ക് ഈ മരുഭൂമിയിലാണോ ഇവര് ഈ ഒരു മരുഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം അടിയുണ്ടാക്കുന്നത് നമുക്ക് തോന്നാം. കാരണം അത് ഇപ്പോഴാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു യൂറോപ്പിൽ പോകുന്ന പോലെയാണ്. അവര് മൊത്തം അതങ്ങ് പച്ചപ്പിച്ചു കൃഷി ചെയ്ത്, വാഴത്തോട്ടം, നെൽപ്പാടങ്ങള്, വൻ കൃഷിയാ. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമ്മളവിടെ പോകുമ്പോൾ ഞെട്ടിപ്പോവും. രണ്ട് സൈഡിലും, റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ്. നമുക്ക് മരുഭൂമിയിലാന്ന് നോക്കണം. ഇതെങ്ങനെയാണ് ഇവരിതൊക്കെ സാധിച്ചത്? അത് പറഞ്ഞ ഡിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടെക്നോളജിയാണ്. അവര് അഗ്രികൾച്ചറിൽ അവർ ടെക്നോളജിയിൽ അവർ വളരെ ഇന്നോവേറ്റീവ് ആണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളായാലും എല്ലാം, അവിടുത്തെ റിസർച്ചും എല്ലാം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ വലിയ ഫോക്കസ്ഡ് ആണ്. സോ അവര് ഒന്ന് ഫുഡ് അവര് സെൽഫ് സഫിഷ്യന്റ് ആണ്. പിന്നെ അവർ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫ്രഷ് വെജിറ്റബിൾസ് ആണ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവര് എന്താ പറയുക, ആ ഒരു കാർഷിക രീതി എനിക്കൊന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് സ്ഥലം മതി, നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇസ്രായേൽ നിൽക്കുമ്പോൾ 1948 ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇത്രയും, അത് ഇന്ത്യയുടെ ഒപ്പം തന്നെയാണ് ഏകദേശം ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത്. ആ ഒരു വളർച്ച ഇസ്രായേലിൽ ആൾക്കാർ കുറവാണ് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇന്ത്യയും ഇസ്രായേലും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ ഈ കുറച്ച് ആൾക്കാർ, ഈ ലോകം എങ്ങാട് സ്പ്രെഡ് ചെയ്ത് നടന്നിരുന്ന ഈ ആൾക്കാര് പെട്ടെന്ന് തന്നെ ഇവർ ഒത്തുകൂടുകയും ഒരുമിച്ച് ഇസ്രായേലിലേക്ക് വരികയൊക്കെ ഉണ്ടാവുന്ന ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, ആ ഒരു യൂണിറ്റി ആണ് ഇപ്പോഴും അവരില്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവര് നമ്മളോട് പറഞ്ഞ ഒരു ജൂവിന് രണ്ട് അഭിപ്രായം കാണും, ഒരു ജൂവിന് രണ്ട് അഭിപ്രായം കാണും, ഒരേ കാര്യത്തെ കുറിച്ച് രണ്ട് അഭിപ്രായം കാണും, 3 പേർക്ക് 4 അഭിപ്രായം കാണും. അപ്പൊ അവര് പറഞ്ഞ അവര് വളരെ ഡിബേറ്റ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പൊ സർക്കാരിനെ, ഇപ്പൊ നമ്മളവിടെ പോയപ്പോ തന്നെ നെതന്യാഹുവിനെ എതിർക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. ഈ യസീദിയോ അങ്ങനെയാണ് പേര്, യസീദി അല്ല, എന്തോ ഒരു സ്പെഷ്യൽ ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ട്രൈബ് ഉണ്ട്. പറഞ്ഞാൽ ജ്യൂസിലെ തന്നെ ഭയങ്കര ഓർത്തഡോക്സ്. അവര് പട്ടാളത്തിലേക്കൊന്നും ആൾക്കാരെ വിടില്ല. അവരുടെ വിഭാഗീയതയൊക്കെ ഉണ്ടോ? അല്ല, അവരുടെ ഓർത്തഡോക്സ്, വളരെ ഓർത്തഡോക്സ്. ഈ തലയിൽ വലിയ പരമ്പ് പോലത്തെ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നതാക്കുന്നുണ്ട്. ജെറുസലേമിലാ കൂടുതൽ. ടെല്ലവീവ് ഒക്കെ നമുക്ക് അറിഞ്ഞാൽ ഭയങ്കര ദുബായ് പോലെ തന്നെയാണ്. വളരെ പക്ക ലിബറൽ മോഡേൺ സൊസൈറ്റിയാണ്. അവിടെ ഈ തൊപ്പി വെച്ച ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ജെറുസലേമിലുണ്ട്. അവിടെ ഇപ്പം കൂടുതൽ ഓർത്തഡോക്സ് ആണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വലിയ സ്കേർട്ട്, തലയിൽ ഇങ്ങനെ ഒരു കെട്ട് വിടും, മുഖം മറക്കില്ല, പക്ഷെ ഒരു വലിയ സ്കേർട്ടും ഇത് വിടും. പക്ഷെ സ്കേർട്ടിന്റെ ഇറക്കം കുറയുന്നതനുസരിച്ചിട്ടാണ് അവരെത്രമാത്രം ഓർത്തഡോക്സ് ആണ് അല്ലാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ജെറുസലേമിലുണ്ട്. പക്ഷെ അവരെല്ലാം വളരെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഇന്ത്യക്കാരോട്.
നമ്മളവിടെ ചെന്നപ്പോഴത്തേനും യു ഫ്രം ഇന്ത്യ, ഓ വെൽക്കം, വി ലവ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ ജൂവും ഏറ്റവും ഭയങ്കര ഹൈഫൈ ജൂവും ഇന്ത്യക്കാരോട് ഒരേപോലെയാണ് അവർ, ഭയങ്കര സ്നേഹമാണ്. അത് വർഷങ്ങൾ അല്ലെങ്കിൽ യുഗങ്ങൾ അത്രത്തോളം കണക്ഷൻ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നതാണോ അവര് മാനസികമായിട്ടുള്ളൊരു? അവര് പറയുന്ന അവര് തന്നെ നമ്മളോട് ഹിസ്റ്ററി പറയാം. അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി. അവർ ചെന്ന സ്ഥലത്തെല്ലാം ഇവർ പീഡിപ്പിക്കപ്പെട്ടു. അതായത് ഇവരെവിടെ ചെന്നാലും ഇവര് ഫ്ലറിഷ് ചെയ്യും. ഇവരവിടുത്തെ പൈസക്കാരാവും. ഇവരവിടെ നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ്. അവർ സെൽഫായിട്ട് വളരും. അതായത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവരോട് നല്ല ഇൻഫ്ലുവൻഷ്യൽ ആവും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് പ്രശ്നമാവും. ഇവർ വന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ബംഗാളികൾ വന്നു വെച്ചാൽ ഇങ്ങനെ ഭയങ്കര അങ്ങ് സെറ്റപ്പ് ആകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുമല്ലോ. അതേപോലത്തെ പ്രശ്നം അവർക്കെതിരെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ ഒരു വന്ന് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം, ഒരു ഈ ആന്റി സെമറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ലോകം മുഴുവനുണ്ട്. അത് അവർക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ അവിടെ ബോംബെയിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്കുണ്ട്. പിന്നെ ഈ IDF-ന്റെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം, അതായത് അവിടെ നിർബന്ധിത സൈനിക സേനയാണ് ഇസ്രായേലികൾക്ക്. അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒരു 6 മാസം കാണും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്ന എല്ലാം സ്ത്രീകളാണ് കേട്ടോ കൂടുതൽ. അത് സ്ത്രീകൾ ഭയങ്കര പവർഫുൾ ആണ് അവരുടെ സൊസൈറ്റിയിൽ. ദേ ആർ വെരി ഓപ്പൺ. എല്ലാ ബിസിനസ്സും എല്ലാം റൺ ചെയ്യുന്ന സ്ത്രീകളാണ്. കാരണം അവർ ഭയങ്കര നമ്മൾ കാണും ഭയങ്കര ഹാർഡ് വർക്കിംഗ്. അവർ പിന്നെ സാധനം കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ഭയങ്കര എനർജറ്റിക്കാണ്. അവർ തന്നെ ഒരു ലേസി ആയിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര എനർജറ്റിക്കാണ്. പിന്നെ അപ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളിവിടെ കൊച്ചിയിലൊക്കെ വന്നിരുന്നു. അവർ ഇവിടെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ പിന്നെ സൗത്ത് തൊട്ട് നോർത്ത് വരെ ഒരു 6 മാസം ഇവിടെ ട്രിപ്പ് അടിക്കും. അവർ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സേഫായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു സ്ഥലം ലോകത്തിൽ ഇന്ത്യ, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ജൂതന്മാരാണെന്നറിഞ്ഞാൽ ആക്രമിക്കപ്പെടാം, അങ്ങനെയൊക്കെയുള്ള പല സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. സോ അവർ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഇന്ത്യയാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് ഇതിനകത്ത് ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. വിയറ്റ്നാം അങ്ങോട്ടൊക്കെ പിന്നെ തായ്ലൻഡിലേക്കൊക്കെ കൂടുതൽ പോകുന്നുണ്ട്. മൊസാദിന്റെ ആൾക്കാരെങ്കിലും കണ്ടോ? മൊസാദിന്റെ ആൾക്കാരെ കണ്ടു. എന്ത് പറഞ്ഞു? അവര് വളരെ സാധാരണ മനുഷ്യരാണ്. അവര് നമ്മളുമായിട്ട് സംസാരിച്ചു. അവർ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് പറഞ്ഞു. ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വേറെ സീക്രട്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ജിയോ പൊളിറ്റിക്കൽ ലെക്ചറാണ് അവർ നൽകിയത്. അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ, അല്ലാത്തത് പറയണ്ട. അവര് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അവർക്ക് സപ്പോർട്ട്, ലോകത്തിൽ സപ്പോർട്ട് കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് മീഡിയാസ് അങ്ങനെയെല്ലാം അത് എസ്പെഷ്യലി ഭയങ്കര ഫണ്ടഡ് ആണ്. ഈ ഖത്തറിന്റെ ഫണ്ടിങ് ഭയങ്കരമായിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽ ജസീറ പോലത്തെ, BBC ആയിക്കോട്ടെ, അമേരിക്കയിലെ ന്യൂസ് പേപ്പറുകളെല്ലാം തന്നെ ഒരു ആന്റി സെമറ്റിസം ഭയങ്കരമായിട്ട് സ്പോൺസേർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മൊസാദിന്റെ ടെക്നോളജി കൊണ്ട് പലരെയും ടാർഗറ്റഡ് കില്ലിങ് നടത്താൻ പറ്റും, അല്ലെ അവരുടെ ശത്രുക്കളെ നിരായുധീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ തലച്ചോറ് വഴിയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് പോരല്ലോ. ഐഡിയോളജിക്കൽ വാർ എന്ന് പറയുന്നത്, നരേറ്റീവ് വാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ നമ്മളെയൊക്കെ വിളിച്ച് ബേസിക്കലി എന്താണ് അവിടെ നടന്നത് ഒക്ടോബർ 7-ന്. കാരണം അവർ പറയുന്നത് ലോകം വിശ്വസിക്കുന്നില്ല, അവർ വംശഹത്യ നടത്തുന്നു എന്ന് പറയുന്നത്. അപ്പം അവർ നമ്മളെ കാണിക്കുകയാണ് ഇവിടെ നമ്മുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളെ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു 25% മുസ്ലിങ്ങളുണ്ട്. ഞാൻ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ട്രീറ്റിലൊക്കെ നമ്മൾ പോയി. ഒരു വിഷയമില്ല, അവർ വളരെ ഹാപ്പിലി അവിടെ ജീവിക്കുന്നു. നമ്മൾ അവരുമായിട്ട്, നമ്മുടെ ഡ്രൈവർ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ മുസ്ലിം ആയിരുന്നു. പുള്ളിയായിട്ട് നമ്മൾ സംസാരിച്ചു. പുള്ളി പറയുന്നത് പുള്ളിയോട് നമ്മൾ ചോദിച്ചു, ആരിഫ് ചോദിച്ചു, നിങ്ങൾ രഹസ്യമായിട്ട് പുള്ളി മാറ്റി നിർത്തി ചോദിച്ചു. നീ ഇവർ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പുള്ളി പറയാതാണ് നിങ്ങളോട് എങ്ങനെയാണ്. പുള്ളി പറഞ്ഞു, കണ്ടില്ല ഇവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്, വെരി ഈക്വൽ ട്രീറ്റ്മെന്റ്, ഒരു പ്രശ്നമില്ല. അതുപോലെ നമ്മളവിടുത്തെ ടെക്നിയോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി പോയി. അതിൻ്റെ ഈജിപ്റ്റ് ബിൽഡ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൻ്റെ ഫൗണ്ടിങ് ഫാദർ. 4 നോബൽ പ്രൈസ് ആ യൂണിവേഴ്സിറ്റി തന്നെ. അവരുടെ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ നോബൽ പ്രൈസിന് മത്സരിക്കുക നമ്മുടെ നാട്ടിലെ. ഇവര് വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും ഇവര് ഭയങ്കരമായിട്ട് എല്ലാ മേഖലകളിലും ഒരാൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് ഏറ്റവും കൂടുതൽ നോബൽ ഞാൻ പിന്നെ അവരുടെ ഇന്നോവേഷൻ സെന്ററിൽ പോയി. അവിടെ ഒരു ഇസ്രായേൽ രൂപീകൃതമായതിനു ശേഷം ഇസ്രായേലിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന നോബൽ പ്രൈസിന്റെ ഒരു ലിസ്റ്റ്, നോബൽ പ്രൈസ് മേടിച്ച ആൾക്കാരുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ നോബൽ പ്രൈസ് വിന്നേഴ്സ് നോക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ടുള്ള മിക്കതും ജ്യൂസാണ്. അങ്ങനെ അതായത് അമേരിക്കൻ നോബൽ പ്രൈസ് വിന്നേഴ്സും പലരും നമ്മൾ അതിന്റെ ഹിസ്റ്ററി നോക്കി അവർ ജൂതന്മാരാണ്. അപ്പൊ അവര് വളരെ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്.
അപ്പൊ അവര് നമ്മളോട് പറയുന്നുണ്ട് ഈ ഗാസ വാറ് നടക്കുമ്പോൾ ഇവരുടെ ആൾക്കാര് ഈ ഇസ്രയേൽ ജൂതന്മാർക്ക് മാത്രമേ നിർബന്ധിത സൈനിക സേവനമുള്ളൂ. ഇസ്രയേലിൽ തന്നെ സിറ്റിസൺ ആയിട്ടുള്ള അറബ്സിന് സൈന്യത്തിൽ ചേരണ്ട, വേണ്ട, നിർബന്ധമില്ല. അവർക്ക് വേണേ ചേരാം. IDF പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിർബന്ധമാണ്, ജ്യൂസിന് നിർബന്ധം, ആണ് പെണ്ണ് എല്ലാം, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം മസ്റ്റാണ്. 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 വർഷം. അപ്പൊ ഇവർ ഈ സ്റ്റഡീസിന്റെ ഇടയ്ക്ക് അവർക്ക് ബ്രേക്ക് വരുമല്ലോ. സ്റ്റഡീസിന്റെ ഇടയ്ക്ക് ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് പോകേണ്ടി വരും. അപ്പൊ ഇവർ ഈ ടാങ്കിനകത്തൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് അവർക്ക് കൊടുക്കും. അതേപോലെ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ അവർ പറയാണ്, നമ്മൾ ഈ നെഗറ്റീവ് ന്യൂസ് മാത്രം ആൾക്കാർ കേൾക്കുമ്പോൾ വാട്ട്സ് ആക്ച്വലി ഹാപ്പനിങ് ഇൻസൈഡ് ഇസ്രയേൽ എന്ന് പറയാൻ വേണ്ടി അവര് നമ്മളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊരു രഹസ്യ ഇതൊന്നുമല്ല. ആൾക്കാർ പറയുന്ന ഇവര് പൈസ കൊടുത്ത് നമ്മളെ സ്വാധീനിക്കാൻ അങ്ങനെയൊന്നുമല്ല. നമ്മളെ അവർ കൊണ്ടുപോയിട്ട് അവർക്കെതിരെ പറയുന്ന ആൾക്കാരുടെ അടുത്തും കൊണ്ടുപോയി. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ ഒരു അജണ്ട, ഒരു പ്രൊപ്പഗണ്ട ആണെങ്കിൽ ആ സർക്കാരിനെ വിമർശിക്കുന്ന, അതായത് നെതന്യാഹു സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാരാണ് 2 സ്ഥലത്ത് നമുക്ക് ഈ ഇഷ്യൂസിനെ പറ്റി പറയാനൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ അടുത്തോട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. സോ ദേ ക്രിട്ടിസൈസ് ദെയർ ഗവൺമെന്റ്, ഓപ്പൺലി ക്രിട്ടിസൈസ്. അപ്പോൾ അവർ വളരെ, ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യമാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ 100% ഡെമോക്രസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ 100% ഡെമോക്രസി ഉള്ള ഒരു രാജ്യമില്ല. ഓരോരുത്തർക്കും അവിടെയൊക്കെ പല വീക്ക്നെസ്സും കാണും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനലി ജൂസിനാണ് കുറച്ച് പ്രിഫറൻസസ്, വളരെ നേരിയൊരു പ്രിഫറൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മുസ്ലിംസ് അവിടെ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, അങ്ങനെ പാർലമെന്റിൽ മിനിസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. സോ ആ ഒരു രീതിയിലില്ല. പക്ഷെ ജൂതന്മാർ ലോകത്തിൽ മുഴുവൻ ആക്രമിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞുണ്ടാക്കുന്ന രാജ്യത്തിനകത്ത് ഇനിയും അവരത് ഓപ്പൺ ബുക്ക് ആക്കി കഴിഞ്ഞാൽ അത് ചിലപ്പം വീണ്ടും ഹൈജാക്ക് ചെയ്യപ്പെടാം എന്നതുകൊണ്ട് അവരൊരു 5% ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഹിസ്റ്ററി അവരെ പഠിപ്പിച്ചതാണ്. ബിക്കോസ് അവരെ അത്രയും പെർസിക്യൂഷൻ അനുഭവിച്ചൊരു ജനതയാണ്. സോ ദേ കനോട്ട് ഓപ്പൺ ഇറ്റ് കംപ്ലീറ്റ്ലി. ബട്ട് സ്റ്റിൽ ആ ലിമിറ്റിനുള്ളിൽ they are very liberal and they are very democratic. Almost all institutions are impartial. അപ്പം നമ്മള് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ എത്രയോ പേര്. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റുഡൻസുമായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവര് മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ഉള്ള കുട്ടികളാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരാള് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലുണ്ട്, മലയാളിയായിരുന്നു, വന്നാൽ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ ഇസ്രായേൽ ഒരു മാപ്പ് എടുക്കുമ്പോ ഇസ്രായേൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പാലസ്തീൻ ഒരു സൈഡിൽ ഇങ്ങനെ ചെതറി കിടക്കുന്നു, ഗാസ ഇങ്ങനെ അറ്റത്ത്. അപ്പൊ ഈ ബെത്ലഹേം എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറിയിലാണ്, പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും നടുക്കായിട്ടാണ്. ജെറുസലേം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതർക്കും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അപ്പുറത്ത് മറ്റേ പള്ളി, മുസ്ലിം പള്ളികൾ രണ്ടും. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണോ? എങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാരുടെ? ഞാൻ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച സ്ഥലം കണ്ടു, കുരിശിൽ തറച്ചിട്ട് എടുത്തു കിടത്തിയ സ്ഥലം കണ്ടു. പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആണോ ഇല്ലോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ അതെല്ലാം അവരവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം റോമൻ കാലഘട്ടത്തിലെ ആർക്കിടെക്റ്റും എല്ലാം അവിടെ അതേപടി പ്രിസർവ് ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ജെറുസലേമിൽ എല്ലാ ബിൽഡിങ്ങിനും ഒരു കളറാണ്, ഒരു ബ്രിക്ക്. അതവിടെ ജെറുസലേമിൽ മാത്രം കിട്ടുന്ന ഒരു ബ്രിക്സ് ആണ്. ഭയങ്കര വിലയാണ്. അപ്പം ഈ ഭയങ്കര ഹെവിയാണ് ആ ബ്രിക്സ്. അപ്പം ഒരു മണ്ണിന്റെ കളറാണ് എല്ലാ ബിൽഡിങ്ങിനും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിത് ഇപ്പോഴും ഈ ബ്രിക്സ് തന്നെയാണ് ഇവിടെ ഏറ്റവും പുതിയ ബിൽഡിങ്ങിന്? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇപ്പം ഈ ബ്രിക്സ് നമ്മൾ എടുക്കുന്നില്ല, കാരണം അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മൾ ക്ലാഡിങ് ചെയ്യണം, അതിന്റെ അതേ ഡിസൈൻ വെച്ചിട്ട് ക്ലാഡ് ചെയ്യണം. അപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ അങ്ങനെ ആ ഒരു സ്ട്രക്ചർ, അതായത് ആ റോമൻ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്ട്രക്ചേഴ്സ്, അതിന്റെ ഒരു ഡിസൈന്, അതിങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അപ്പൊ ഈ പാലസ്തീനിലുള്ള ആൾക്കാർ വർഷിപ്പിന് വേണ്ടി വരാറുണ്ടോ ഈ പള്ളിയിൽ? പാലസ്തീനികൾ ഇപ്പൊ അവിടെ കടത്തി വിടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ കുറെ ഏരിയ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഇപ്പൊ പോകുന്നത് ഇവിടെയുള്ള മുസ്ലിംസ്, അവിടെയുള്ള മുസ്ലിംസ്, ഇസ്രായേലിലുള്ള മുസ്ലിംസ് അവരാണത് ടേക്ക് കെയർ ചെയ്യുന്നത്. അവരവിടെ പോകും. അപ്പോൾ ജൂവിന്റെ കാര്യം പറയുമ്പോൾ കുറച്ച് പുറകോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഞങ്ങൾ വെറുപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ ഈവൻ വില്യം ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയിൽ പോലും മെയിൻ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു ജൂ ആണ്, മണി ലെൻഡർ ആണ്, കഴുത്തറപ്പൻ. അപ്പോൾ ഈ ഷൈലോക്കിനെ പോലത്തുള്ള ക്യാരക്ടേഴ്സിനെ പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ജൂ പീപ്പിളിനെതിരെ മൊത്തത്തിൽ ഒരു
അജണ്ട പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ ഈ ക്രിസ്ത്യൻസിനാണ് ആദ്യം ഈ ജ്യൂസിനോട് ഭയങ്കര വിദ്വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ജീസസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ജ്യൂസ് ആണ് ചെയ്തത്. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിന്റെ ഒരു ഇത് ക്രിസ്ത്യൻസ് ആണ് പുള്ളിയെ കൊന്ന, സോറി ജൂതന്മാരാണ് ജീസസിനെ കൊന്നതെന്നായിരുന്നു എന്റെ മനസ്സിലിരുന്നത്. പക്ഷെ നമ്മളോട് വന്ന് അവര് ഗൈഡ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ അവര് പറഞ്ഞ ഇത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന റോമൻസ് ആണ്. പിലാത്തോസ് കൈയഴുകിയ സീനൊക്കെ. പിലാത്തോസ് ശരിക്കും റോമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. റോമൻ എന്താ പറയുന്ന അവിടുത്തെ ഇതാണ് എക്സിക്യൂഷൻ നടത്തുന്നത്. പിന്നെ ജ്യൂസ് കുറച്ച് ആൾക്കാര് പുള്ളിയെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതായത് ഇവനിവിടെ ആളെ കൂട്ടുന്നു, രാജ്യത്തിനെതിരെ, അതായത് റോമൻ എംപററിനെതിരെ കലഹമുണ്ടാക്കാൻ ആളെ കൂട്ടുന്നു എന്നൊരു ഇത് കൊടുത്തു. അപ്പം റോമൻസ് ആണ് ശരിക്കും കൊന്നതും കുരിശി തറച്ചത്. അങ്ങനെ റോമൻസിന്റെ ഒരു കസ്റ്റമാണത്. അതവര് ഇവിടെ എക്സിക്യൂഷൻ നടത്തി, അല്ലാതെ ജ്യൂസ് അല്ല കൊന്നത്. അപ്പൊ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യം ജ്യൂസ് ആണ് ഉണ്ടായിരുന്നത്, പിന്നെ ക്രിസ്ത്യാനിറ്റി വരുന്നു, അതിനുശേഷം നമ്മുടെ മുസ്ലിംസ് വരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഈ 3 കൂട്ടർക്കുമുള്ള ഈ ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, മറ്റവരുടെ ജ്യൂസിന്റെ തോറ, ഇതിലൊക്കെ ഏകദേശം ഒരേ കാര്യങ്ങളാണ് മാറ്റിയും മറിച്ചും തിരിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 കൂട്ടര് ഈ ഒരു യൂണിഫോമിറ്റി കൊണ്ട് തന്നെ ഇവരൊരുമിച്ച് കഴിയേണ്ട ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരേ ദൈവങ്ങള്, പല കാര്യങ്ങളും ഒരേപോലെ. ഇപ്പൊ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കൾച്ചറിലുള്ള ആൾക്കാർ ഒരുമിച്ച് യുനാനിമസ് ആയിട്ട് ഒരുമിച്ച് വാഴുന്നുണ്ട്. പക്ഷെ ഈ 3 കൂട്ടർക്കിടയിൽ എന്താണ് ഈ ഒരു പുസ്തകത്തിന്, അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രവീണിന് ചെന്നിട്ട് അവിടെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവർക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? അവിടെ ഒരുമിച്ച് ജീവിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടേത് മാത്രമാണ് ശരി എന്നൊരു വാശി വന്നു കഴിഞ്ഞാൽ, അതായത് വേറെ ആരും പാടില്ല, ഇപ്പൊ എന്റെ ദൈവം മാത്രം ശരിയായ ദൈവം, ബാക്കിയെല്ലാം മോശം ദൈവങ്ങൾ അല്ലെങ്കിൽ ഫേക്ക് ഗോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതിൽ നിനക്ക് നിന്റെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഇവിടുത്തെ ഇന്ത്യയിൽ ഇത്രയും ഈ പോളിത്തീസം എന്നൊക്കെ പറയുമ്പോഴും കൃഷ്ണനെ ആരാധിക്കുന്നവർ ശിവനെ ആരാധിക്കും. പണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നൗ അത് മാറി. പറഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശിവനെയും എല്ലാം ആരാധിക്കുന്ന ഒരു പോളിത്തീസം, അതായത് കോ എക്സിസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അവരത് അതിന് പകരം, കാരണം ബിക്കോസ് നമ്മളിപ്പം മിസ്റ്റർ ബീന്റെ ഒരു കാർട്ടൂൺ മീമുണ്ട്, ഒരാൾ ഫ്രണ്ടിൽ ഇരുന്ന് കോപ്പി അടിക്കും, അത് രണ്ടാമത് പുറകിരുന്ന് ഒരാൾ ഫ്രണ്ടിൽ ഇരുന്ന് എഴുതും, രണ്ടാമത് പുറകിരുന്ന് കോപ്പി അടിക്കുമ്പോൾ അതിന്റെ രൂപം കുറച്ച് മാറും, മൂന്നാമത് ഇരിക്കുമ്പോൾ വരയ്ക്കുന്നത് വേറെ എന്തോ സാധനം. പക്ഷെ ഇത് കോപ്പി അടിച്ച് എന്നിട്ട് ഇതാണ് ഒറിജിനല്, ഇതാണ് ഒറിജിനൽ എന്ന് ഓരോരുത്തരും പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കും. ഇതാണ് ശരി, ഇതാണ് ശരി. അപ്പൊ ഈ തർക്കം അവസാനിക്കണമെങ്കിൽ ഇവരിതിനെ ഒരു ദൈവത്തിന്റെ വചനമായിട്ട് കാണാതെ ഇത് മനുഷ്യരെഴുതിയതാണ്, മനുഷ്യരെഴുതിയതിനകത്ത് മനുഷ്യരുടെ ആ കാലഘട്ടത്തിലെ ഇന്റർപ്രിട്ടേഷൻസ് വരും, അവരുടെ വെർഷൻസ് വരും എന്ന് അംഗീകരിച്ചാലേ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു നെഗോഷിയേഷൻ ഉണ്ടാവും. അതല്ല, നീ 3 കൂട്ടരും വിശ്വസിക്കേണ്ടത് ദൈവം എഴുതിയതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ജാതിക്കാരും തമ്മിൽ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, പരസ്പരം കല്യാണം കഴിക്കാൻ തുടങ്ങി, പുതിയ പ്രൊജനി പല ജാതികളിൽ നിന്ന് വരാൻ തുടങ്ങി, ഓസ്പ്രിങ്സ് ഒക്കെ. പക്ഷെ ജൂതന്മാരെ പറ്റി ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഇവര് മിങ്കിൾ ചെയ്യില്ല. നമുക്ക് ആർക്കും ജൂ ആവാൻ പറ്റില്ല, ആ മതത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ആവാൻ പറ്റില്ല. കാരണം ഇവര് ബ്ലഡിൽ വിശ്വസിക്കുന്നവരാ. ജൂ ബ്ലഡിൽ ഉണ്ടായവർ മാത്രമേ നെക്സ്റ്റ് ഒരു ജൂ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് അവിടെ അങ്ങനെയാണോ? ഞാൻ ചോദിച്ചിരുന്നു, അതില് നമ്മുടെ ഇവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ഡോർ എന്ന് പറഞ്ഞാണ്. അവനോട് ഞാൻ ചോദിച്ചു, നീ ഇപ്പം ഒരു വേറൊരു റിലീജിയനിൽ പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും? അവന്റെ കല്യാണം നടക്കുന്നില്ല. അവനിപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ഇന്ത്യയിലേക്ക് പിന്നെ ഇവിടത്തെ ചെക്കന്മാർക്ക് തന്നെ പെണ്ണ് കിട്ടണില്ല. അപ്പോഴാ എന്നാലും ജൂതനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ക്രിസ്ത്യൻസ് റെഡിയാന്നേ ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇന്ത്യയിലേക്ക് നമുക്ക് കല്യാണം ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ് കല്യാണം കഴിക്കാം അവർക്ക്, പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറെ പ്രശ്നമാവും. അവൻ പറഞ്ഞു വീട്ടിൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ കൺവേർട്ട് ചെയ്യോ? ഇവർക്ക് ഈ കൺവേർഷൻ പരിപാടി ഇല്ല. പിന്നെ കല്യാണം കഴിച്ച് കൺവേർട്ട് ചെയ്യും, പിന്നെ ആ ബ്ലഡ് ലൈനിൽ ഉണ്ടാവുന്ന കൊച്ചി ഇവരുടെ ജൂതനാവുമല്ലോ. ഭാര്യയെ കൺവേർട്ട് ചെയ്ത് ഇവരെടുക്കും. പക്ഷെ ഇവര് നമ്മുടെ ഒരു ബ്രാഹ്മൺസിന്റെ ഇതുകൊണ്ട് ജന്മം കൊണ്ട് പറയുമല്ലോ, എനിക്ക് അടുത്ത ജന്മം എന്ന് പറയുന്നത് പോലെ ഇവര് സ്വയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ ഒരു ബ്ലഡ് ലൈനിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട്. ദോഷം എന്താന്ന് വെച്ചാല് ഇവരിങ്ങനെ ഇവരിലേക്ക് തന്നെ ചുരുങ്ങും. അതാണ് ഇവരുടെ വേറൊരു പ്രശ്നം. ഇവർ പല സ്ഥലങ്ങളിലും പോയപ്പം ഇവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവരുടേതായിട്ട് തന്നെ ജീവിക്കും. ഇവര് എവിടെ പോയാലും ജൂതനായി ജീവിക്കുമ്പം എന്നിട്ട് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്നാ സംഭവിക്കുന്ന വെച്ചാൽ ഇവരങ്ങ് ഫ്ലറിഷ് ചെയ്യും. ഇവർ പരസ്പരം ആൾക്കാരെ സഹായിക്കുമ്പോൾ അപ്പൊ ഇവര് ഫ്ലറിഷ് ചെയ്യുമ്പം അത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ
വിഭവങ്ങളും റിസോഴ്സസും ഉപയോഗിച്ചിട്ട് ദേ ആർ ഗെറ്റിംഗ്, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നുള്ളത് ബാക്കി ആൾക്കാരും എടുക്കുന്നില്ല. ബാക്കി ആൾക്കാരെല്ലാം തമ്മിൽ തല്ലുക. അപ്പൊ ഈ ഒരു യൂണിറ്റി അവർക്കില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇവരോടൊരു വൈരാഗ്യം വരികയും. പക്ഷെ പുതിയ ജ്യൂസ് ഒക്കെ, പുതിയ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒത്തിരി മാറി. അവർ കുറെ കൂടെ ഒക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള, ദേ ആർ നോട്ട് എന്നാ പറഞ്ഞ ഈ റിലീജിയനൊക്കെ ഓപ്പൺലി, അവർ വളരെ ഓപ്പൺലി ഇതിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. അതാ ഞാൻ പറഞ്ഞേ, ഞാൻ വിചാരിച്ചിരുന്നത് ഇസ്ലാം പോലെ തന്നെ ഈ പിന്നെ ബ്ലാസ്ഫമി ഉണ്ട്, ജൂതന്മാര് ഭയങ്കര മതതീവ്രവാദികളാന്നൊക്കെ ഞാൻ കേട്ടിരുന്നത്. അവിടെ ഓപ്പൺ, നമ്മുടെ ഇവിടെ ഈ പിന്നെ ഹിന്ദുമതത്തെ വിമർശിക്കലോ, അവിടെ എല്ലാം ഈ ഓപ്പൺ ആണ്. അവിടെ മതവിമർശനം അലൗഡ് ആണ്. അവിടെ ഇത് ക്രൈം അല്ല. അവിടെ ഡിബേറ്റുകൾ നടത്തും. അവിടെ ഇഷ്ടംപോലെ എത്തിസ്റ്റുകൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ജ്യൂസിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ദേ ആർ, അത് ആ കാര്യത്തിൽ വളരെ ലിബറൽ ആണ് അവർ. അതാണ് ഞാൻ പറഞ്ഞത്, അവര് തന്നെ പറയുന്നത് ഒരു ജൂവിന് ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായം കാണുമെന്ന് അവർ തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയും ഡൈവേഴ്സ് ആണ് അവരുടെ ഒപ്പീനിയൻ ആൻഡ് ദേ എൻകറേജ് ഡിബേറ്റ്സ്. പക്ഷെ ഈ പറഞ്ഞൊരു പ്രശ്നം അവർക്കുണ്ട്. ഇതാ പറയുന്നത്, അവരുടെ ജൂ എന്ന് പറയുന്ന ഒരു ബ്ലഡിൽ അത് കൂടുതൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ അതിനെ പുഷ് ചെയ്യുന്നുണ്ട് അവിടെ. കാരണം ഈ ഹാർഡ് ലൈനേഴ്സ് വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഹമാസ് വരുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഷർ വരുമ്പം അവർക്ക് ഈ ഒരുമിച്ച് നിർത്താനായിട്ട് ഈ മതമാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. വീണ്ടും അതായത് ലിബറലായി വരുന്ന ഒരു സൊസൈറ്റിയെ വീണ്ടും ഈ മതത്തിലേക്ക് ഞെരുക്കുകയാണ്. ഇതിപ്പം ഇവിടെ മാത്രമല്ല, നിങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി, നമ്മൾ കേട്ടിരുന്നു ക്രിസ്ത്യൻ പള്ളികളെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ അവരൊരു വളരെ ലിബറൽ സൊസൈറ്റിയായി മാറുമ്പോഴത്തേനും ഈ മൈഗ്രേഷൻ സംഭവിക്കുന്നു. അതോടുകൂടി ഇസ്ലാം വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യാനിറ്റി പുനർജീവിക്കുകയാണ്. കാരണം ആൾക്കാരെ ഒരുമിപ്പിക്കാൻ മതം പോലെ വേറെ ഒരു നല്ല ടൂളില്ല എന്ന് മതവിശ്വാസികൾ മനസ്സിലാക്കുക. അപ്പൊ ആ യൂണിറ്റ് ഉണ്ടാകണം. പിന്നെ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനയാവുന്നു, അലമുറ ഇടുന്നു, ഒന്നിച്ച് നിർത്താനുള്ള ഒരു, അതായത് പുറത്തുനിന്നൊരു, അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ലിബറലായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ പിന്നെ പുറത്തുനിന്നൊരു ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ അവിടെ അവരുടെ മതം വെച്ചിട്ട് അവരുടെ നിയമങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേനും മറ്റേ ചിതറിക്കിടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഹിന്ദുക്കൾ സംഘടിക്കുന്നു. ഹിന്ദു ഉണരൂ എന്ന് പറയുന്നത് എന്ത്, അവിടെ ഒരു സംഘടിത മതത്തെ ചൂണ്ടിക്കാണിച്ചല്ലേ. അല്ല ഹിന്ദു ഇത്ര ഇപ്പൊ ഈ കാണുന്ന ഉണരേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഉണർത്തുന്നത് ഇങ്ങനെ കുറെ ആൾക്കാരാണ്. അപ്പൊ യുദ്ധം എങ്ങനെയാണ് ഇസ്രായേലിനെ ബാധിച്ചത്, അതും കൂടി പറഞ്ഞിട്ട്. യുദ്ധം സത്യം പറഞ്ഞാൽ അതാണ് ഭയങ്കര കോമഡി കേട്ടോ. ഞാൻ വിചാരിച്ചത് ഒരു മിസൈലിന്റെ ഒരു പീസെങ്കിലും പോയപ്പോ ഞാൻ വിചാരിച്ചത് ദൈവം ഇനി കാണാനുള്ള യോഗം ഉണ്ടാവോ. അതെ, നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഒറ്റ പൊങ്ങ് ലാൻഡ് ചെയ്ത് നിലത്ത് ടെല്ലവീവിൽ ഇങ്ങനെ തൊടുകയും പൊങ്ങും കൂടെ ഒരുമിച്ച്. ഞാൻ കുറച്ച് തീർന്നു. ഏതോ ഞാൻ ദൈവമേന്ന് വിളിക്കാൻ വന്നു. ദൈവം അത് നാച്ചുറലി വരുന്ന നമുക്കിട്ടതോ അല്ലെ ഇറാന്റെ മിസൈലും വരുന്നതായിരിക്കും. അപ്പൊ ഇവര് ഈ വിൻഡ് ഓപ്പോസിറ്റ് വിൻഡ് വന്നപ്പം വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ, അപ്പം അതിന്റെ സേഫ്റ്റിക്ക് ഒരു പൊക്കിയതാ. പിന്നെ ഒരു ഒന്ന് റൗണ്ട് അടിച്ചു വന്ന് താത്തി. അത് കഴിഞ്ഞ് ഞാൻ ഈ ടെല്ലവീവെല്ലാം ഫുള്ളി പാക്ഡ് ആണോ. നമ്മുടെ ഭയങ്കര കൺജസ്റ്റഡ് സിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്പേസ് ഇല്ലാത്തടത്ത് ജീവിക്കാൻ പഠിച്ചു ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ റെസ്റ്റോറന്റിലൊക്കെ ചെന്നാൽ എല്ലാവരും ഇങ്ങനെ ഇത്ര അടുത്തടുത്തായിരിക്കുന്നത്. ഒരു വിശാലമായ സ്പേഷ്യസ് അല്ല. ഇപ്പൊ സിറ്റിയൊക്കെ നല്ല ക്ലീനും മോഡേൺ സിറ്റിയാണ്. ബട്ട് എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെ അടിക്കൊല്ലിരിക്കുക. അപ്പൊ അതായത് ഒരു മിസൈൽ വീഴാൻ സ്ഥലമില്ല. പക്ഷെ നമ്മൾ നോക്കി ഒരു മിസൈൽ വീണേന്റെയോ നമ്മളിവിടെ ഒക്കെ പറഞ്ഞ് ഇറാൻ തകർത്തു, അവരെ തരിപ്പണമാക്കി എന്നൊക്കെ നമ്മുടെ ഇവിടെ സുനാപ്പികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അവിടെയൊന്നും ഒരു മിസൈലിന്റെ ഒരു പൊട്ട് പോലും കണ്ടില്ല. നമ്മൾ ഹൈഫ പൊട്ടിപ്പോയി. ഹൈഫ പൊട്ടൊക്കെ ഒരുപാട് ആക്രമണത്തിന് വിധേയം. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാം ഇവരുടെ ഈ അയൺഡോം നിർവീര്യമാക്കി ഒരു 95%. പിന്നെ കുറച്ചെണ്ണൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണു അവരപ്പം തന്നെ പെറുകി കളഞ്ഞു ഫിക്സ് ചെയ്തു. ഇതുപോലെ ഇനി ഇറാനിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാ പോവോ നിങ്ങൾ? ഇറാനിൽ പോകണമെന്നുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് ജീവനോടെ വരാൻ പറ്റുമോ അറിയത്തില്ല. അപ്പൊ ഇറാനിൽ പോണതിന് മുന്നേ ഒരു ഇന്റർവ്യൂ സെറ്റ് ആയത് നന്നായി. ഏതായാലും അല്ല, നമുക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് അവിടെ സേഫ്റ്റി വേണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ നമുക്ക് സേഫ്റ്റി. പിന്നെ നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ വഴി ഓപ്പൺ സൊസൈറ്റിയാണ്. ഞാനീ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വസ്ത്രം നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയില് മറിച്ചിട്ടുണ്ടോ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ആൾക്കാരെ പാശ്ചാത്യ വസ്ത്രങ്ങള്, തുണി ഇല്ല. അബ്ദുള്ള ബാസിലൊക്കെ അവിടെ പോയി ആകെ ടെൻഷൻ അടിച്ച് മരിക്കും. ജ്യൂസൊക്കെ ഞാനിവിടെ മട്ടാഞ്ചേരിയിൽ കണ്ടിരിക്കുന്ന വലിയ ഉടുപ്പൊക്കെ. അതാ പറഞ്ഞ ഈ ജെറുസലേമിൽ പോയപ്പോ കുറച്ച് ഓർത്തഡോക്സ് ജ്യൂസിനെ കണ്ടു. എല്ലാരും നമ്മളെ പോലെ തന്നെ പക്ക എന്ന് പറഞ്ഞാൽ ദുബായിൽ എങ്ങനെയാണോ പോകുന്നത് അത് തന്നെയാണ് ടെല്ലവീവിലും. നമ്മൾ അവര് വൈകുന്നേരം ടെല്ലവീവാണ് മേജർ. അവിടെ വൈകുന്നേരം അവിടെ ഒരു ബീച്ചിന്റെ സൈഡിലായിരുന്നു നമ്മുടെ ഹോട്ടൽ. പബ്ബൊക്കെ ഉണ്ടോ? പബ്ബുകൾ എല്ലായിടത്തും
കള്ളല്ല സൂപ്പർ മാർക്കറ്റിലും ലഭ്യം, സുലഭം. ഇസ്രായേലിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അല്ല, അവിടെ എല്ലാവരും അവര് സ്ത്രീകളാണ്. ഞാൻ എസ്പെഷ്യലി പറയാൻ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു വാർത്തയുണ്ട്, ഇറാനിൽ പാട്ട് പാടിയ പെൺകുട്ടിക്ക് ചാട്ടവാറടി. ഇവിടെ നിങ്ങൾ ഇസ്രായേലിൽ പോകണം, അവിടെ സ്ത്രീകളാണ് എംപവേർഡ്. സ്ത്രീകളാണ് എനിക്കൊന്ന് എല്ലാം ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ആണുങ്ങൾ കുറച്ച് ബാക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം എവിടെ ചെന്നാലും സ്ത്രീകളാണ്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കല്ലേ വികസനം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ലിബറൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഇവിടെ നേരെ ഇസ്രായേലിനെതിരാണ്. അവര് ഹമാസിന് വേണ്ടിയിട്ട് തുടിക്കാണ്. ഹമാസ് എന്ത് ചെയ്താലും ശരിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാര്. ഞങ്ങൾ കിബുട്സിലൊക്കെ പോയി ഈ ആക്രമണം നടന്ന സ്ഥലത്തൊക്കെ കേട്ടോ. വളരെ ഹൃദയഭേദമാണ്. ഞാൻ എന്റെ വീഡിയോ കിട്ടിയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തന്നെ. അപ്പൊ ഇവര് ആക്രമിച്ചെല്ലാം വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഇസ്രയേലികളെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കും സെറ്റിലേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് വലിയ ബംഗ്ലാവും ഭയങ്കര കോടീശ്വരന്മാരായ ജൂതന്മാരൊന്നും അല്ല. ജൂതന്മാരിലും ദാരിദ്ര്യവാസികളും ഇഷ്ടം പോലെയുണ്ട്. വളരെ പാവപ്പെട്ട ആൾക്കാർ. ഈ ടാർപോളിയും വലിച്ചു കെട്ടുപോലത്തെ വീടൊക്കെ ഇവര് ആക്രമിച്ചത്. അല്ലാതെ നല്ല വീട്ടിലൊന്നും ഇവര് വെടിവെച്ച് കയറാൻ പറ്റില്ല.